ഹായ് മക്കളെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നല്ല തിരക്കായിരുന്നു. ലൈവുകൾ ഉണ്ടായിരുന്നു, കുറേ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു, കുറേ ഡിസിഷൻ മേക്കിങ്ങുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈഫ് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കരുതിയത് ഇന്ന് എൻ്റെ ചീറ്റ് ഡേ ആക്കാം, കാര്യമായിട്ട് ഒരു പരിപാടി ചെയ്യേണ്ട, കുറേ നേരം ഉറങ്ങാം, കുറച്ച് സിനിമ കാണാം, കുറച്ച് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കാം, ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കാണാമെന്നുള്ള രീതിയിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ ബെഡിൽ മലർന്ന് കിടന്ന് നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്കെന്താണ് ഋഷികേശിലെ, അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് പോയിന്റിലുള്ള ബഞ്ചി ജമ്പിങ് ഇന്ന് ഒരാൾ താഴേക്ക് ചാടുന്ന വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ഒരു ഫീലാണ് വന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ എത്രയോ കാലത്തിന് ശേഷം ആ ഒരു വീഡിയോ, അതുപോലത്തെ ഒരു വീഡിയോ കാണുന്നത്. ആൻഡ് എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ബഞ്ചി ജമ്പ്, ഋഷികേശ് പോയിട്ട് ബഞ്ചി ജമ്പ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ആ സമയത്ത് എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല, ഞാനത് വിട്ടു. പിന്നെ നമ്മൾ ഓരോ തിരക്കിലായി. അതിനുശേഷം ഇന്നാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പം എനിക്ക് അവിടെ പോകാനുള്ള പൈസ ഒക്കെ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഇപ്പം എനിക്കില്ലാത്ത എന്താണ്, പ്രധാനമായിട്ട് സമയമാണല്ലേ. അപ്പോൾ എനിക്കത് എത്രയും പെട്ടെന്ന് വേണം. പെട്ടെന്ന് പോകുന്നെങ്കിൽ ഇങ്ങനെ അടുത്ത ലൈവ് എന്താ, +1 ലൈവ് ഉണ്ട്, SSLC ലൈവ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ ഓരോ തിരക്കുകൾ. അപ്പോൾ എന്താണ്, ഇന്ന് ഞാൻ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഋഷികേശ് പോക്ക് ചിലപ്പോൾ എന്തായാലും കുറേ കാലം അങ്ങോട്ടേക്ക് പുഷാൻ, ചിലപ്പോൾ ഞാൻ പിന്നെയും മറന്നു എന്നുള്ള ഒരു മോഡലെത്തി. അപ്പം ഞാൻ ചാടി എഴുന്നേറ്റു. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ അതുപോലത്തെ എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളുണ്ടോ, നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇപ്പം എൻ്റെ ഏജിലുള്ള ഒരാളെ സംബന്ധിച്ച് അതൊരു ഭയങ്കര സില്ലി ആഗ്രഹമായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചാൽ കോളേജിൽ പഠിക്കുമ്പോൾ ദാറ്റ് വാസ് വെരി നൈസ്, പക്ഷെ ഇപ്പോൾ അത് സില്ലിയാണ്. പക്ഷേ എന്നാൽ എന്താണ്, നമുക്കൊരു ട്രിഗർ കിട്ടുന്ന അങ്ങനത്തെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് പോസ് ചെയ്തിട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് ഞങ്ങളോട് പറയാൻ പറ്റുന്നതാണ് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഓൾമോസ്റ്റ് എന്താ ഏകദേശം എൻ്റെ അതേ അവസ്ഥയിലായിരുന്നില്ല. അതായത് കഴിഞ്ഞ സംഭവം മോഡൽ എക്സാം തുടങ്ങി 2 ദിവസമായിട്ട് നിങ്ങൾ 2 ദിവസം പരമാവധി പഠിച്ചിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നതെന്ന് എനിക്കറിയാം. ഈ വീഡിയോ കാണുന്നത് വരെ എന്തായിരിക്കും, നിങ്ങളുടെ വെള്ളിയാഴ്ചത്തെ മാത്സിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ പഠിച്ചു നോക്കിയിട്ടില്ലല്ലോ. കാരണം എന്താ, നിങ്ങൾക്ക് ഇനി തിങ്കളാഴ്ച എക്സാം ഉള്ളൂ, അതും ബയോളജിയാണ്. ചില ആൾക്കാർക്ക് ചൊവ്വാഴ്ചയായിരിക്കും എക്സാം ഉണ്ടാവുക. ആൻഡ് 2 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾ ഇതേപോലെ ചീറ്റ് ഡേ ആക്കി റെസ്റ്റ് ഡേ ആക്കാൻ തീരുമാനിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലും അതിലേക്കായിരുന്നില്ലേ നിങ്ങളുടെ പോക്ക്, അല്ലേ? സത്യമല്ലേ? പക്ഷേ മക്കളെ, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, അടുത്ത 38 ദിവസങ്ങളിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡെയിലി 5 മണിക്കൂർ പഠിക്കും. ആ ദിവസങ്ങൾ ഒരു ദിവസമാണ്. ഇന്ന് ഒരു കാരണവശാൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നാളെയും നിങ്ങൾ പഠിക്കില്ല, മറ്റന്നാൾ നിങ്ങൾ ബയോളജി തട്ടിക്കൂട്ടും, വീണ്ടും പഴയതിലേക്ക് തന്നെ പോകും. ഇത് തന്നെയല്ലേ നിങ്ങളെ ഭൂരിഭാഗം ആൾക്കാരുടെ ലൈഫിലും കഴിഞ്ഞ +1 മുതൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പരീക്ഷകൾ കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പുകൾ എന്ത് ചെയ്യും, നിങ്ങളങ്ങോട്ട് റെസ്റ്റ് എടുക്കും, ചീറ്റ് ഡേ ആക്കും, സോഷ്യൽ മീഡിയയിലേക്ക് മുഴുകും, ഇൻസ്റ്റാഗ്രാമിലേക്ക് വീണ്ടും തിരിച്ചു, അങ്ങനെ തന്നെയല്ലേ. പക്ഷേ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷം രാത്രി 7 മണിക്ക് മുന്നേ ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കണം, ഇന്ന് രാത്രിയത്തെ കെമിസ്ട്രി മാരത്തോൺ ലൈവിൽ നിങ്ങൾ ഉണ്ടാവണം. യാസീൻ സാറും എന്തായിരുന്നു നമ്മുടെ മുഹസിൻ സാറും കിഡിലനായിട്ട് ഫസ്റ്റ് പാർട്ട് പഠിപ്പിച്ചു തരും. ആൻഡ് നിങ്ങൾ ചിലപ്പോൾ ഒരു 8 മണിക്കോ 9 മണിക്കോ ആണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ എന്ത് ചെയ്യുക, ലൈവിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും ഈ 5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് തുടക്കം മുതലേ പിറകിൽ വെച്ച് കാണാം, വേണമെങ്കിൽ ഒരു 2x ഒക്കെ ഇട്ട് കണ്ടോ. ആൻഡ് നാളെ രാവിലെ 9 മണിക്ക് എന്താണ്, കെമിസ്ട്രിയുടെ 2nd പാർട്ട് മാരത്തോൺ വരുന്നുണ്ട്. അതോടുകൂടി നിങ്ങളുടെ +2 കെമിസ്ട്രി അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു തരും. എൻ്റെ ഏറ്റവും അവസാന പരീക്ഷയുടെ തലേന്നത്തെ ഷുവർ ക്വസ്റ്റ്യനോടെ നിങ്ങൾക്ക് കെമിസ്ട്രി സെറ്റാവും. അപ്പോൾ സാറേ, നാളെ രാത്രിയത്തെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ മറ്റന്നാളത്തെ കാര്യം പറയുന്നില്ല, മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സീരിയസ്നെസ് വരും, നിങ്ങൾ അപ്പം പഠിക്കും. മക്കളെ, അതായത് ഈ സീരിയസ്നെസ് വന്നത് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷെ അവർക്കൊന്നും നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റില്ലേ. നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമ്മളെ ജീവിതം മാറ്റിമറിക്കുന്ന 35 ദിവസങ്ങളാണ് ഇനി നമ്മളെ മുന്നിലുള്ളത്. അപ്പം ഏത് സമയത്തും ഞാൻ ഇന്നലെ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഇന്നത്തെ കുഞ്ഞു സന്തോഷങ്ങൾ മാറ്റി വെക്കണം. ആ ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് എന്തായാലും എന്താണ്, ഋഷികേശിൽ ഞാൻ പോവും, എൻ്റെ വർക്കുകളൊക്കെ ഞാൻ നേരത്തെ തീർത്തിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങളോട് വീഡിയോ ഞാൻ എടുക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കും ഡ്രീം ഉണ്ടാവും. അത് ചിലപ്പോൾ ഇതേപോലെ സില്ലി ഡ്രീമുകളായിരിക്കും, ചിലപ്പോൾ വലിയ ഒരു വീട് വെക്കണം, അച്ഛൻ്റെ അമ്മേൻ്റെ കഷ്ടപ്പാട് മാറ്റണം എന്നൊക്കെയുള്ള വലിയ സ്വപ്നങ്ങളായിരിക്കും. സോ ആ സ്വപ്നത്തിലേക്ക് എത്താൻ ഇതുപോലത്തെ ബ്രേക്കുകൾ ആവശ്യമില്ല. അതായത് നിങ്ങൾ ട്രൂലി
ട്രൂലി എന്താണ് നിങ്ങൾ തളർന്നിട്ടുണ്ട്, ഇന്ന് നിങ്ങൾ റെസ്റ്റ് എടുത്തോ. പക്ഷെ അതെന്തായിരിക്കരുത്, ഒരിക്കലും ഇനി പരീക്ഷയ്ക്ക് ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, നാളെ പഠിക്കാന്നുള്ള രീതിയിലാവാൻ പാടില്ല. സോ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ എന്ത് ചെയ്യുക, കമൻറ്റിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, വേഗം തന്നെ പോയിരുന്നു പഠിക്കുക. അല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഞങ്ങളെ ലൈവ് കാണണ്ടെങ്കിൽ എന്ത് ചെയ്തോ, നിങ്ങൾ സ്വന്തമായിട്ട് ബുക്ക് എടുത്തോ, ചില വേറെ എന്ത് കണ്ടാലും കുഴപ്പമില്ല. പക്ഷെ എന്താണ്, 5 മണിക്കൂർ അത് ഇന്നും നിങ്ങൾ പഠിച്ചിരിക്കണം, നാളെയും പഠിച്ചിരിക്കണം. നിങ്ങളുടെ മോഡൽ എക്സാം കഴിയുക 21-ാം തീയതിയാണ്. ഏകദേശം 6 ദിവസം കൂടി ഇനിയുണ്ട്. ഈ 6 ദിവസങ്ങളിലും 5 മണിക്കൂർ ഡെയിലി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങളുടെ 38 ദിവസങ്ങൾ ഭൂരിഭാഗം ദിവസം അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയ മോട്ടിവേഷനൊക്കെ അങ്ങോട്ട് ഇല്ലാതായി പോകും, ആ തീയൊക്കെ കെട്ടുപോയിട്ടുണ്ടാവും. അതിന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മളുടെ മുന്നിലുള്ളത് മാക്സിമം 200 മണിക്കൂറാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ആൻഡ് ആ 200 മണിക്കൂർ നിങ്ങൾ ആരാവുമെന്ന് തീരുമാനിക്കപ്പെടാൻ പോകുന്ന 200 മണിക്കൂറാണ്. അപ്പോൾ റെഡിയല്ലേ? റെഡി ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം ശരി.